So hi guys, once again welcome back to Learnify SSLC YouTube ചാനലിൻ്റെ മറ്റൊരു വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇത് 5 മിനിറ്റ് 5 മാർക്ക് സീരീസിൻ്റെ പാർട്ട് 2 ആണ്. SSLC ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 4 ആയ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് വാരി സെറ്റിൽമെൻറ്റ് ആൻഡ് മഹൽവാരി സെറ്റിൽമെൻ്റ് ആണ്. ഇത് റെഡ് വാരി വ്യവസ്ഥയും മഹൽവാരി സെറ്റിൽമെൻറ്റും മഹൽവാരി വ്യവസ്ഥയും ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്യും. മാക്സിമം 5 മിനിറ്റ് ഉണ്ടാവും. സോ നമ്മൾ നോക്കാം. ഫസ്റ്റ് തന്നെ റെയ്ഡ് വാരി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പാർട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഏതായിരുന്നടാ? ശ്വാസത ഭൂനികുതി വ്യവസ്ഥയിലെ പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ആയിരുന്നു. പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റിൽ എന്തായിരുന്നു? അവിടെ നടുവിൽ നട്ടല്ലായി ജമീന്ദർ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് വാരി വ്യവസ്ഥയിൽ ആരില്ല? നടുവിൽ നട്ടല്ലായിട്ട് ജമീന്ദർമാരില്ല. കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക? 2 പേരേ ഉള്ളൂ ഇവിടെ. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുമായിരുന്നു? നികുതി പിരിക്കുകയുണ്ടായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. സോ ഫാർമർ വേർ ദ ഓണർ ഓഫ് ലാൻഡ്, അതായത് ഫാർമർ കൃഷിക്കാരനായിരുന്നു. എന്ത്? അവിടുത്തെ ആരെന്ന് പറയാം? ആ ഒരു ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? പിന്നെ കൈനയിൽ എന്തായിരുന്നു? പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റിൽ എന്തായിരുന്നു? അതിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു? ജമീന്ദർ ആയിരുന്നു. പക്ഷേ ഇവിടെ ജമീന്ദർ അല്ല. സോ നെക്സ്റ്റ് നോക്കാം. എക്സസൈസീവ് ടാക്സ് വാസ് ഇമ്പോസ്ഡ്, അതായത് അമിതമായ നികുതിയിലെ, അതായത് അവരുടെ നേരെ എന്ത് ചെയ്തു? ഭൂമിയുടെ ഉടമസ്ഥാവകാശരായ കൃഷിക്കാരുടെ നേരെ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൃഷിക്കാരനാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവർക്ക് എന്ത് ചെയ്തു? അമിതമായ നികുതി, അല്ലേ? അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറം നികുതി എന്ത് ചെയ്തു? അവർക്ക് ചുമത്തി. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവരുടെ എന്ത് ചെയ്തു? നികുതി ടാക്സ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, കൂട്ടുകയും ചെയ്തു. കുറച്ചിട്ടില്ല, കൂട്ടുകയും ചെയ്തു. സോ എന്താണ്? ടാക്സ് വാസ് ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ്, അതായത് മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് എന്ത്? റേറ്റ് വാരി സിസ്റ്റം. ഓക്കെ ആണല്ലോ? റേറ്റ് വാരി സിസ്റ്റം ഓക്കെ ആണല്ലോ? സെറ്റാണ്. സോ നമ്മൾ അടുത്തേക്ക് കിടക്കാണ് മഹൽ വാരി സിസ്റ്റം നോക്കാം. മഹൽ വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ വില്ലേജ് ഹെഡ്മാൻ, അതായത് ഗ്രാമത്തലവനാണ്. ഇവിടെ 3 ആൾക്കാരുണ്ട്. അതായത് ആരൊക്കെയാണ് 3 ആൾക്കാർ? ഒന്നാരായിരുന്നു? ഒന്ന് കർഷകര്, ഗ്രാമത്തലവൻ അല്ലെങ്കിൽ വില്ലേജ് ഹെഡ്മാൻ ആൻഡ് ബ്രിട്ടീഷുകാർ. 3 ആൾക്കാരാണ്. അപ്പോൾ 3 ആൾക്കാരെ പഠിച്ചു. ആരെല്ലാമായിരുന്നു? ഒന്നാമത്തെ ആളാരായിരുന്നു? ഒന്നാമത്തെ ആള് നമ്മുടെ പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റിലെ ജമീന്ദാർസ് ആയിരുന്നു. രണ്ടാമത്തെ നട്ടലില്ല. മൂന്നാമത്തേലാണ് ആരുള്ളത്? മഹൽവാരി സിസ്റ്റം, മഹൽവാരി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. മഹൽവാരി വ്യവസ്ഥയിൽ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ വില്ലേജ് ഹെഡ്മാൻ, അതായത് അവിടുത്തെ കൃഷിക്കാരുടെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങിയിരുന്നത് ആരായിരുന്നു? അവിടുത്തെ ഗ്രാമത്തലവന്മാരായിരുന്നു. എക്സസീവ് ടാക്സ് വാസ് ഇമ്പോസ്ഡ്, അതായത് ഈ വ്യവസ്ഥയിലും എന്ത് ചെയ്തു? നികുതി നിരക്ക് എന്താക്കി? അമിതമാക്കി. ഈ വ്യവസ്ഥയിൽ നികുതി നിരക്ക് കുറയ്ക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. നികുതി നിരക്ക് എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല എൻറ്റയർഡ് വില്ലേജ് മഹൽ ആസ് യൂണിറ്റ്, അതായത് എന്ത് ചെയ്തു? ഗ്രാമത്തിലെ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നത് നികുതി പിരിച്ചു. അതായത് ഗ്രാമത്തിലെ ഒരു യൂണിറ്റ് കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? നികുതി പിരിച്ചിരുന്നത്. ആ ഒരു യൂണിറ്റ്, ഗ്രാമത്തിലെ ഒരു യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? മഹൽ. ശ്രദ്ധിച്ചോ? സെറ്റാണ്. അതായത് മഹലായിട്ടാണ് തരം തിരിച്ചിരുന്നത്. സോ ഒന്നുകൂടെ നോക്കാം. ഗ്രാമത്തിലേത് എൻറ്റേർഡ് വില്ലേജ് മഹൽ ആസ് എ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മഹലായിട്ടാണ്. സോ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ 2 വ്യവസ്ഥകൾ, അതായത് പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ്, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആൻഡ് റൈറ്റ് വാരി സിസ്റ്റം ആൻഡ് മഹൽ വാരി സിസ്റ്റം എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. സോ 5 മിനിറ്റ് 5 മാർക്ക് സീരീസ് ആണ്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മഹൽ വാരിയിൽ പ്രധാനമായിട്ട് എന്താണ്? ഗ്രാമത്തലവനായത് വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു നികുതി പിരിച്ചിരുന്നത്. രണ്ടാമത്തെ എന്തായിരുന്നു? അവിടുത്തെ നികുതി നിരക്ക് ഇൻക്രീസ് ചെയ്ത് വർദ്ധിപ്പിച്ചിരുന്നു. മാത്രമല്ല വില്ലേജ് മഹൽ ഹാസ് എ യൂണിറ്റ്, അതായത് വില്ലേജിലെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മഹലായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇനി റേറ്റ് വാരി സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിലോ, റേറ്റ് വാരി സിസ്റ്റത്തിൽ എന്തായിരുന്നു? അവിടെ കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. നികുതി നിരക്ക് വർധനവ് കൂടുതലായിരുന്നു. മാത്രമല്ല എന്ത് ചെയ്തിരുന്നു? അവർ നികുതി നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. കർഷകരെ എന്താക്കി? അമിതമായ നികുതി കർഷകരെ എന്താക്കി? ദരിദ്രമാക്കുകയാണ് ചെയ്തത്. സോ ഈ ഒരു 6 പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 5 മിനിറ്റ് 5 മാർക്ക് സീരീസ് ആണ്. സോ എന്ത് ചെയ്യാം? അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ബാനറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.